നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടെന്ന് കാണിക്കുന്നത്. ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അരി അരക്കാനും പൊടിക്കാനൊന്നും നിൽക്കണ്ട. അരിപ്പൊടി ഒന്നും ഉപയോഗിക്കാതെ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഉണ്ണിയപ്പമൊക്കെ കഴിക്കണം തോന്നുന്ന ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്രയ്ക്ക് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഈസി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് 1 കിലോത്തിൻ്റെ ശർക്കരൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു വലിയ പീസാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. കാരണം ബാക്കിയുള്ള 2 പീസും കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് നമുക്കൊരു സോസ് പാനിലിട്ടിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കപ്പിലേക്ക് 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായി മെൽറ്റായിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് തിളച്ച ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് റവ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവയും ശർക്കരപ്പാനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൈദയാണ്. അപ്പോൾ മൈദ നമ്മൾ 2 കപ്പ് മൈദ കേട്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ്. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടയില്ലാതെ വേഗത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മൈദ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ല തിക്കായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല ഉണ്ണിയപ്പം കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടാവുക. അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു പഴം കൂടെ അടിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പഴം ചേർക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ പഴം ചേർക്കുമ്പോൾ നമ്മുടെ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന ഫിലിപ്പീൻ പഴമാണ് കേട്ടോ. അപ്പോൾ അത് 1 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഞാലിപ്പൂവൻ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 2 എണ്ണം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കൂട്ടും കൂടെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് ഞാൻ മുഴുവനായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കരിഞ്ജീരകമാണ്. ഈ ഒരു കരിഞ്ജീരകം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു കരിഞ്ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണക്കടിയൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലർക്ക് നെഞ്ഞെരിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ്
ഉണ്ണിയപ്പായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മാവ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു ശർക്കര പാനിൻ്റെയും വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായാലും മാത്രമേ ഉള്ളൂ നമുക്ക് ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടു തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓയിലാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലേക്കായിട്ട് ഓരോ സ്പൂണ് മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ. നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പം ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 50-55 ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോ ഉണ്ണിയപ്പം ചട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഉണ്ണിയപ്പമൊക്കെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്